E equals MC square tuition center. Today we are going to discuss about tenses in English. Verb tenses in English. ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് ടെൻസസ് എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിലെ ടെൻസസ് ഏതൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് വൺ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതിനെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയുന്നതിനെയും നമ്മൾ പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ദെൻ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, സ്റ്റിൽ വർക്കിംഗ്, സ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം. ലൈക്ക് ഞാൻ നിങ്ങളിപ്പോൾ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു പ്രസന്റ് ടെൻസ് ആണ്, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ദെൻ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ മൂന്ന് ടെൻസസിനെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. പാസ്റ്റ് ടെൻസിലെ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് പാസ്റ്റ് സിമ്പിൾ. പാസ്റ്റ് സിമ്പിൾ അത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഫിനിഷ്ഡ് ആക്ഷൻ ആൻഡ് ടൈം. ഈ പാസ്റ്റ് സിമ്പിൾ എന്നതിൽ ഒരു ഫിനിഷ്ഡ് ആക്ഷനും ഉണ്ടാവും, ഒരു ടൈമിനെയും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടാവും. അപ്പോൾ പാസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് ആക്ഷനും ഉണ്ടാവും, അതിൽ തന്നെ ഒരു ടൈമിനെയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ട്രാവൽ ടു ഫ്രാൻസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്തിരുന്നു. ദാറ്റ് ഈസ് എ പാസ്റ്റ് സിമ്പിളിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഫിനിഷ്ഡ് ആക്ഷൻ ആൻഡ് ടൈം. ഒരു ഫിനിഷ് ആയിട്ടുള്ള ആക്ഷൻ, അതായത് ഞാൻ ഫ്രാൻസിലേക്ക് ഇന്നലെ പോയി, അതൊരു ഫിനിഷ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. എപ്പോൾ പോയി ആ ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ പോയി, ഇന്നലെ ഞാൻ ഫ്രാൻസിലേക്ക് പോയി എന്ന ആ ഒരു ടൈമും മെൻഷൻ ചെയ്തു. സോ ഇതൊരു പാസ്റ്റ് സിമ്പിളിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വൺ ആക്ഷൻ ഈസ് നോട്ട് ഫിനിഷ്ഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് അനദർ ഈസ് കംപ്ലീറ്റ് ആൻഡ് ഇന്ററപ്റ്റിംഗ് ദി അതർ ആക്ഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ആക്ഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നെക്സ്റ്റ് ദി സെക്കൻഡ് ആക്ഷൻ അവിടെ ഇൻവോൾവ് ആവുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ വാസ് ട്രാവലിംഗ് ബൈ ബസ് വെൻ ദ ഡിയർ ക്രോസ് ദ റോഡ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു മാൻ റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടത്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മാൻ റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടത്. അതായത് ഫസ്റ്റ് സെന്റൻസ് ആയ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പണ്ട് നടന്ന കാര്യമാണ്, നേരത്തെ നടന്ന കാര്യമാണ്, പക്ഷെ അത് കണ്ടിന്യൂസ് ആണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേ സമയത്താണ് ഒരു മാൻ റോഡ് മുറിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അടുത്ത ഫോം നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ദ ഫസ്റ്റ് ആക്ഷൻ ഈസ് കംപ്ലീറ്റ് ബിഫോർ ദി സെക്കൻഡ് ആക്ഷൻ. അപ്പോൾ ഇതിലും അതിന്റെ സെയിം തന്നെയാണ്. ഫസ്റ്റ് ആക്ഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, മറ്റതിൽ കണ്ടിന്യൂയിങ് ആണ്. ഞാൻ ഫസ്റ്റ് ആക്ഷൻ ഐ ആം ട്രാവലിംഗ് ബൈ ബസ് എന്ന് പറയുന്ന ആ കണ്ടിന്യൂയിങ് ആണ്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിട്ട് അത് ഫുള്ളായി ഫിനിഷ് ആയതിനു ശേഷം മാത്രമാണ് സെക്കൻഡ് ആക്ഷൻ അവിടെ ഒക്യൂർ ആവുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ട്രാവൽഡ് ബൈ കാർ വെൻ ദ ബസ് അറൈവ്ഡ്. ബസ് വരുന്ന സമയത്ത് ഞാൻ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത്. ബസ് വരുന്ന സമയത്ത് ഞാൻ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ നമ്മൾ പറയുന്ന ഈ ഫസ്റ്റ് സെന്റൻസ് ഐ ഹാഡ് ട്രാവൽഡ് ബൈ കാർ, ഞാൻ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു, അതൊരു ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. ഞാൻ ചെയ്യുകയായിരുന്നു, ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ല പറഞ്ഞത്, ചെയ്യുകയായിരുന്നു. ഓക്കെ, അതൊരു ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ ആക്ഷനായ ബസ് അറൈവിംഗ്. ബസ് വരുന്ന സമയത്ത് ഞാൻ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ പാസ്റ്റ് ടെൻസിലെ ലാസ്റ്റ് ഒന്ന് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈസ് മെയിൻലി യൂസ് ഇൻ ടെക്സ്റ്റ് ബുക്സ്. മെയിനായിട്ട് ഇത് ടെക്സ്റ്റ് ബുക്സിൽ മാത്രമാണ് മെയിനായിട്ട് റെഫർ ചെയ്ത് വരുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ബീൻ പ്ലേയിങ് ബാസ്കറ്റ്ബോൾ വെൻ മേരി കെയിം. ഞാൻ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ? മേരി വരുന്ന സമയത്ത് ഞാൻ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേരി എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരു കണ്ടിന്യൂസ് ടൈമാണ്. ആ ടൈമിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ വാസ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. ഐ ഹാവ് ബീൻ പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. ഐ ഹാവ് ബീൻ പ്ലേയിങ് ബാസ്കറ്റ് ബോൾ വെൻ മേരി കെയിം. മേരി വരുന്ന സമയത്ത് ഞാൻ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഒരു എക്സാമ്പിൾ. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, ദ പ്രോഗ്രാം ദാറ്റ് വാസ് ടെർമിനേറ്റഡ് ഹാഡ് ബീൻ പെർഫോമിംഗ് വെൽ സിൻസ് 2005. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, 2005 മുതൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്ന് വെച്ചാൽ നിർത്തിവെച്ചിരിക്കുന്നത്. 2005 മുതൽ, അപ്പോൾ മുതൽ ഇതുവരെ അത് നന്നായി പെർഫോം ചെയ്ത് നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന്റെ അവസ്ഥ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നമ്മൾ. ഓക്കെ,
അപ്പോൾ ഇനി അടുത്ത് പ്രസന്റ് ടെൻസിലേക്ക് പോകും. പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഓൾവേസ് ഡു എവറി ഡേ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യും, ഇപ്പോഴും ഇന്നും ചെയ്യും, നാളെയും ചെയ്യും, അങ്ങനെ ഡെയിലി ഒരു റൂട്ടീൻ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് പ്രസന്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഐ ട്രാവൽ എവറി ഡേ എന്ന് പറയും. ഞാൻ ദിവസവും ട്രാവൽ ചെയ്യാറുണ്ട്, ഞാൻ ദിവസവും യാത്ര ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു റൂട്ടീൻ ആയിട്ടാണ് പറയുന്നത്. ഒരു റൂട്ടീനെയാണ് പ്രസന്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ട്രാവൽ എവറി ഡേ, ഞാൻ ദിവസവും യാത്രകൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസന്റ് ആണ്, ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നടന്നുകൊണ്ടേയിരിക്കുന്നത്, തുടങ്ങി കുറച്ചു നേരം മുമ്പ് തുടങ്ങി, ഇപ്പോഴും അത് സ്റ്റിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അതിനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഐ ആം ട്രാവലിംഗ് റൈറ്റ് നൗ, ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ട്രാവലിംഗ് റൈറ്റ് നൗ, ഞാൻ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടങ്ങി, യാത്ര ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇതിൽ വേറെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതെന്താന്ന് പറഞ്ഞുതരാം. ഐ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആം ട്രാവലിംഗ് എന്നേ പറയുള്ളൂ. അതുപോലെ യു, നിങ്ങളാണ് എന്ന് പറയുന്നതിൽ യു ആർ ട്രാവലിംഗ്, അല്ലെങ്കിൽ യു ആർ ട്രാവലിംഗ് റൈറ്റ് നൗ എന്ന് പറയും. ഓക്കെ, അതുപോലെ ഹി ഓർ ഷീ, അവരെയാണ് പറയുന്നത്. ഒരു മറ്റൊരാളെ ഞാൻ പറയുകയാണെങ്കിൽ ഹി ഈസ് ട്രാവലിംഗ് റൈറ്റ് നൗ, ഹി ഈസ് എന്ന് ചേർത്തുള്ളൂ. ഐ പറയുന്നവിടെ നമ്മൾ ഐ ആം പറഞ്ഞു, യു പറയുന്നവിടെ യു ആർ എന്ന് പറഞ്ഞു, ഹി പറയുമ്പോൾ ഹി ഈസ് എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ് റൈറ്റ് നൗ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് യു റൈറ്റ് നൗ, ഞാൻ ഇപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റ് ടെൻസിലെ മൂന്നാമത്തെ പോയിന്റ് നോക്കാം, അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് വെച്ചാൽ, ഇൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ദി ആക്ഷൻ ഈസ് കംപ്ലീറ്റ് ഫോർ പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇതിൽ ഒരു ആക്ഷൻ വന്നിട്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ആക്ഷൻ ആയാലും അത് പ്രസന്റ് പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ അത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയ ഒരു ആക്ഷനാണ് നമ്മൾ പറയുന്നത്. അതിനൊരു വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഒരു കാര്യം ചെയ്തതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഇതിന്ന് കിട്ടുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ജസ്റ്റ് പ്ലേഡ് ബാസ്കറ്റ്ബോൾ, ഞാൻ ഇപ്പോൾ ബാസ്കറ്റ്ബോൾ കളിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ബാസ്കറ്റ്ബോൾ കളിച്ചു കഴിഞ്ഞതിന്റെ റിസൾട്ട് ആണ്, ഞാൻ കളിച്ചു കഴിഞ്ഞു, ആ ഒരു റിസൾട്ട് ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഐ ഹാവ് ജസ്റ്റ് പ്ലേഡ് ബാസ്കറ്റ്ബോൾ, ഞാൻ കളിച്ചു കഴിഞ്ഞു. അതൊരു പാസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം, ബട്ട് അത് പാസ്റ്റ് ടെൻസ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ പ്രസന്റ് ടെൻസിലെ നാലാമത്തെ പോയിന്റ് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. In this tense, an action starts in the past and but still continuing now. അപ്പോ ഇത് വന്നിട്ട് പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിലാണ് തുടങ്ങിയത്, കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ ഒരു യുദ്ധം തുടങ്ങിയത് 4 വർഷം മുൻപ് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ നിങ്ങൾക്ക് ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ക്ലാസ് തുടങ്ങി, ഇപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടേ പോകുന്ന ഒരു വാക്കാണ്, പ്രവൃത്തിയാണ്, ഒരു ആക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ് നോക്കാം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, നെക്സ്റ്റ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ സിമ്പിൾ നോക്കാം നമുക്ക്. ദിസ് ടെൻസ് ഈസ് അബൌട്ട് പ്ലാനിങ് തിങ്സ് ടു ഡു ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ ടെൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുക. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആയിട്ട് വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മൈ, മേ, മൈറ്റ്, ഇതൊക്കെയാണ് ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ട്രാവൽ ടു ഫ്രാൻസ് ടുമോറോ, ഞാൻ നാളെ ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യും, ഞാൻ നാളെ ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യും എന്ന് പറയും. ഐ വിൽ ട്രാവൽ, കണ്ട അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഐ വിൽ. ആ വിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വില്ല് യൂസ് ചെയ്തത്. നമുക്ക് വില്ലിന് പകരം ഗോയിങ് ടു എന്നും പറയാം. ഇൻസ്റ്റെഡ് ഓഫ് വിൽ യു ക്യാൻ യൂസ് ഗോയിങ് ടു ഫോർ ഫ്യൂച്ചർ ടെൻസ്. ഇറ്റ് ഈസ് ആൾസോ കറക്റ്റ്. അപ്പം നമ്മൾ വില്ലിന് പകരം ഗോയിങ് ടു എന്ന് പറഞ്ഞാലും ഫ്യൂച്ചർ ടെൻസിൽ കറക്റ്റ് തന്നെയാണ്. കാരണം പറഞ്ഞാൽ നമ്മൾ ഗോയിങ് ടു, ഞാൻ എന്തായാലും പോവും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഐ ആം ഗോയിങ് ടു സ്കൂൾ ടുമോറോ, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും, അതും കറക്റ്റ് തന്നെയാണ്. ഐ വിൽ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. ഓക്കെ, ഗോയിങ് ടു എന്ന് പറഞ്ഞാലും വിൽ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ടെൻസ് നോക്കാം. ഫ്യൂച്ചർ ടെൻസിലെ കണ്ടിന്യൂസ് ഫോം.
ഫ്യൂച്ചർ ടെൻസ് കണ്ടിന്യൂസ് ഫോം വന്നിട്ട് ദി ആക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ് വെൻ അനദർ ആക്ഷൻ ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ ആക്ഷൻ വേറെ നമ്മൾ രണ്ട് ആക്ഷനാണ് ഇതിൽ പറയുന്നത്. ഒരു ആക്ഷൻ പറയുന്ന സമയത്ത് വേറെ ആക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കില്ല, അത് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്തൊരു ആക്ഷനും കൂടി പറയുന്നത്, അതായത് ഫ്യൂച്ചറിൽ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ബി സ്ലീപ്പിംഗ് വെൻ യു അറൈവ്. നീ വരുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയായിരിക്കും. നീ വരുന്ന സമയത്ത്, നീ വരുന്നു എന്ന് പറയുന്നത് ഫ്യൂച്ചറിലാണ്. നീ നാളെ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കാം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഉറങ്ങുന്നത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, ആ ടൈമിൽ ഞാൻ ഉറങ്ങുകയായിരിക്കും. ചിലപ്പോൾ രാത്രി സമയങ്ങളിലായിരിക്കാം ഇവൻ വരുന്നത്. നീ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുകയായിരിക്കാം? ഞാൻ ഉറങ്ങുകയായിരിക്കാം, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, എണിക്കുന്നില്ല. സോ നീ വന്നുകൊണ്ടിരിക്കുന്നു, അതൊരു കണ്ടിന്യൂസ് ഫോം ആണ്, ഫ്യൂച്ചറിലാണ് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? സ്ലീപ്പിംഗ്. ഐ വിൽ ബി സ്ലീപ്പിംഗ് വെൻ യു അറൈവ്. നീ വരുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരിക്കാം. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഇത് വന്നിട്ട് സിമിലർ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞില്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞതിന്റെ സെയിം ആയിട്ട് തന്നെയാണ്. അത് രണ്ടും ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പഴയ കാര്യത്തിനെ കുറിച്ച് പറയുന്നു, ഫ്യൂച്ചർ നമ്മൾ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. രണ്ടും ഏകദേശം സിമിലർ ആണ്, പക്ഷെ രണ്ടും രണ്ടാണ്. ഒന്ന് പാസ്റ്റും ഒന്ന് ഫ്യൂച്ചർ. ഓക്കെ, നമുക്കിപ്പോ ഫ്യൂച്ചറിലെ നെക്സ്റ്റ് ഫോം നോക്കാം. ഫ്യൂച്ചറിലെ പെർഫെക്റ്റ് ടെൻസ്. In future perfect, an action will be completed in the future before another is completed. ഇതില് രണ്ട് ആക്ഷൻസ് പറയും. അതിൽ ഒരു ആക്ഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിരിക്കും, വേറൊരു ആക്ഷൻ അവിടെ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് പറയുന്ന ആക്ഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിരിക്കും. എങ്ങനെയാണ്? അതിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ മൈറ്റ് ഹാവ് ട്രാവൽ ടു ഫ്രാൻസ് ബൈ ദ ടൈം യു അറൈവ്. നീ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഫ്രാൻസിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവാം, ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടാവാം. നീ ഇവിടേക്ക് വരുന്ന സമയത്തിനുള്ളിൽ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ഐ മൈറ്റ് ഹാവ് ട്രാവൽ ടു ഫ്രാൻസ് ബൈ ദ ടൈം യു അറൈവ്. നീ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഫ്രാൻസിലേക്ക് പോയിട്ടുണ്ടാവും, ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നീ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ നീ വരുന്ന സമയത്ത് ഇവിടുന്ന് ഫ്രാൻസിലേക്ക് യാത്ര പോയിട്ടുണ്ടാവാം. ഓക്കെ, നമുക്കപ്പോ അതിന്റെ ഫ്യൂച്ചർ ടെൻസിന്റെ അടുത്ത ഫോം നോക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. In this, an action will be continuing in the future when it is interrupting by another action. ഫസ്റ്റ് വന്നിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി നമ്മൾ പറഞ്ഞു ഒരു ആക്ഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നു, രണ്ടാമത്തെ ആക്ഷൻ വരുന്നതിന് മുമ്പ് ഫസ്റ്റത്തെ ആക്ഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നു പറഞ്ഞു. പക്ഷെ ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി അങ്ങനെയല്ല, ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ കൂടെ തന്നെയാണ് നെക്സ്റ്റ് ആക്ഷനും കൂടി ആഡ് ആയി വരുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐ മൈറ്റ് ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 1 hour when you arrive. അപ്പോൾ നീ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവാം, ഞാൻ എവിടേക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ടാവും, ഇറങ്ങിയിട്ടുണ്ടാവും, ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നീ വരുമ്പോഴേക്കും. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു എക്സാമ്പിൾ. എന്താണ് എക്സാമ്പിൾ വന്നിട്ട്? ഐ മൈറ്റ് ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 1 hour when you arrive. നീ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഇനി എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഞാൻ 1 മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും നീ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ടെൻസസ് ഇൻ ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഓരോ ടെൻസസിന്റെയും പാസ്റ്റിന്റെ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ ചെയ്ത് നോട്ടിൽ എഴുതി വെക്കുക. പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രസന്റിന്റെയും ഫ്യൂച്ചറിന്റെയും എല്ലാത്തിനും ഓരോ എക്സാമ്പിൾസ് ചെയ്താൽ നോട്ടിൽ ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.